മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സ്മാർട്ട് ലൈറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. LED സ്മാർട്ട് ലൈറ്റാണ്. 9 വാട്ട്സിൻ്റെ ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ നമ്മളിതാണ് വാങ്ങിയിട്ടുള്ള സ്മാർട്ട് ലൈറ്റ്. മാക്സിമം എന്ന കമ്പനിയുടെ ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അത് വൈഫൈ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതേപോലെ 9 വാട്ട്സ് ആണ്. അതേപോലെ 60 വാട്ട്സിൻ്റെ ലൈറ്റ് പ്രകാശം നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ RGBW നമുക്ക് കളർ ചേഞ്ചിങ് നമുക്ക് വരുത്താവുന്നതാണ്. അലക്സ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതേപോലെ ഗൂഗിളിലും നമുക്ക് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ആപ്പുണ്ട്. ഈ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. മാക്സിമം എന്ന കമ്പനിയുടെ അത് നമ്മുടെ പ്ലേ സ്റ്റോറിലുണ്ട്. നമുക്ക് അതിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് അൺബോക്സിങ് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, നമ്മുടെ സാധാ LED ബൾബിൻ്റെ നമ്മൾ വാങ്ങുന്ന അതേ LED ബൾബിൻ്റെ അതേ വലിപ്പം മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ് വാങ്ങിയിട്ടുള്ള ലൈറ്റ്. വെയിറ്റാണ്, തീരെ വെയിറ്റ് ഒന്നുമില്ല. അപ്പം നമ്മൾ മെല്ലെ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ ഒരു കാറ്റലോഗ് ഉണ്ട്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നതെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നോക്കി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇതെങ്ങനെയൊക്കെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. വീട്ടിൽ വൈഫൈ കണക്ഷൻ വേണം. അതേപോലെ നമ്മൾ മൊബൈലിലും വൈഫൈ അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റ ഏതെങ്കിലും ഉപയോഗിച്ച് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെ എളുപ്പമാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പഴയ ബൾബ് നമ്മൾ ഊരി മാറ്റുകയാണ്. എന്നിട്ട് നമുക്ക് സ്മാർട്ട് ലൈറ്റ് നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, സാധാ ബൾബ് ഇടുന്ന പോലെ തന്നെ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ടിൽ മാക്സിം സ്മാർട്ട് എന്നുള്ള നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എല്ലാം എഗ്രി ചെയ്ത് നമ്മൾ ഉള്ളിൽ കയറുകയാണ്. അപ്പോൾ സൈനപ്പ് ചെയ്യുക. നമ്മുടെ നമ്മുടെ ഇമെയിൽ ID അല്ലെങ്കിൽ ഫോൺ നമ്പർ ഏതെങ്കിലും കൊടുത്ത് നമുക്ക് അതിൽ രജിസ്റ്റർ ചെയ്ത് കയറാവുന്നതാണ്. ഓക്കെ, അങ്ങനെ രജിസ്റ്റർ ചെയ്ത് നമ്മൾ വെരിഫിക്കേഷനൊക്കെ ഉണ്ട്. അപ്പോൾ വെരിഫിക്കേഷനൊക്കെ ചെയ്യുക. എന്നിട്ട് നമുക്ക് നമ്മുടേതായ ഒരു പാസ്വേഡൊക്കെ നമ്മൾ സെറ്റാക്കുക. അങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ആപ്പിൻ്റെ ഉള്ളിലേക്ക് കയറാവുന്നതാണ്. അപ്പോൾ കാരണം ഇതിൽ നമുക്ക് പ്ലസ് എന്ന ഇതിൽ കൊടുത്തിട്ട് നമ്മുടെ ഡിവൈസ് നമുക്ക് ഇതിൽ കണക്ട് ചെയ്യുക. ഈ ലൈറ്റ് നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യുക. ഇതിൽ നമുക്ക് എടുക്കുമ്പോൾ ലൈറ്റ് വൈഫൈ എന്നുള്ളൊരു ഇത് കാണാം. ആ ഓപ്ഷൻ എടുക്കുക. അത് നമുക്ക് അലോ കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലുള്ള വൈഫൈയെ ആ ലൈറ്റുമായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ വീട്ടിലെ പാസ്വേഡ് അടിച്ചിട്ട് വൈഫൈയുടെ പാസ്വേഡ് അടിച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്താൽ ശേഷം നമ്മൾ സ്വിച്ച് ഇടുക. സ്വിച്ച് ഇടുമ്പോൾ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കണക്ട് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഒരു 5 തവണ ലൈറ്റ് ഓണും ഓഫും ആക്കുക. അപ്പോഴേക്കും ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമ്മളിതുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് ലൈറ്റ് ഓഫ് ഓണും ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്പ് എടുത്ത ശേഷം നമുക്ക് അലക്സ ഉണ്ടെങ്കിൽ അലക്സയായിട്ട് ഈ നേരം നമുക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കും. ആമസോൺ അലക്സയിൽ നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വോയിസ് കൺട്രോളിലും ഇത് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ആപ്പ് ഓണാക്കി കഴിയുമ്പോൾ കണക്റ്റായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ ഏത് കളർ വേണമെന്ന് നമുക്ക് ചേഞ്ച് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, ഇഷ്ടമുള്ള കളറുകൾ നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, ഒരുപാട് കളറുകൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ സെലക്ട് ചെയ്യാം. ഒരുപാട് ഓപ്ഷൻസുകൾ ഇതിലുണ്ട് നമുക്ക്. അതേപോലെ ഉണ്ടോ, ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ നടുക്ക് ടൈമറാക്കി ഷെഡ്യൂൾ ചെയ്യാം. അതേപോലെ നമുക്ക് വൈറ്റ് സാധാ ബൾബ് പോലെ ഉപയോഗിക്കണമെങ്കിൽ സാധാ വൈറ്റ് ബൾബ് പോലെ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ, വാം ലൈറ്റ് പോലെ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ, ഓട്ടോമാറ്റിക്കായിട്ട് പല കളർ വരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ എല്ലാം ഇതിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നമുക്ക് വേറെ എവിടെയെങ്കിലും ഇരുന്ന് നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നെറ്റ് കണക്ഷൻ വേണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് രാജ്യത്തിൻ്റെ എവിടെ നിന്ന് വേണമെന്നാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നമുക്കിനി കുറച്ച് ഉണ്ട്, ഇത്ര ദൂരെ നിന്ന് നമുക്കത് കൺട്രോൾ ചെയ്യാം. പിന്നെ ഉണ്ടല്ലേ,
അത് നമുക്ക് പല പല കളർ വേണമെങ്കിൽ കളറാക്കാം. അതേപോലെ നമുക്കിത് അലക്സ വഴി കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൺ ലൈറ്റ് അതും കൺട്രോൾ ചെയ്യാം. അലക്സ ലൈറ്റ് ഓഫ്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഓൺലൈൻ മാർക്കറ്റിൽ ലഭ്യമാണ്. ഏകദേശം 600 രൂപ 700 രൂപ ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി വാങ്ങാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.